ഗൈസ് അപ്പം നമ്മുടെ സമ്മർ വെക്കേഷൻ ഡെയിലി വ്ളോഗ് സീരീസിലെ ഡേ 23 വിശേഷങ്ങളാണ് ഈ വീഡിയോ. നമ്മുടെ ലൊക്കേഷൻ അപ്പാടെ മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് കേശവദാസപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ അമ്മ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എൻ്റെ അമ്മയുടെ ആങ്ങളമാരും ചേച്ചിമാരും ഒക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഏറ്റവും ഇളയ ആങ്ങളമാരുടെ വീട്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. നൈറ്റ് നമ്മളൊരു 9:15 ആയപ്പോഴേക്കും എത്തിയെങ്കിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നപ്പോഴേക്കും ഒരു നേരമായി. വെച്ചൂട്ടി എല്ലിക്കുഞ്ഞും പോകുന്ന വഴിക്കൊക്കെ നല്ല ഉറക്കം ഉറങ്ങിയത് കൊണ്ട് തന്നെ ഇവിടെ വന്ന് നല്ല സമയം എടുത്ത് ഉറങ്ങാനായിട്ട് എനിക്ക് തോന്നുന്നൊരു 1 മണി 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും ഉറങ്ങാനായിട്ട്. അങ്ങനെ ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സമയം ഒരു 10 മണി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇവിടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്, നമ്മളെല്ലാവരുടെ ഫോട്ടോസ്. ഇത് കഴിഞ്ഞ വട്ടം ടൂറിന് പോയ ഫോട്ടോസാണ് കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി, സാമ്പാർ, പിന്നെ കാടമുട്ട ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ തെച്ചൂട്ടിക്ക് എല്ലിക്കുഞ്ഞ് ഫുഡ് കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ കഴിക്കുകയായിരുന്നത്. അപ്പോൾ നമുക്കിനി നമ്മുടെ കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകണം. എല്ലാം തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അധികം സമയമില്ലാത്തതുകൊണ്ട് എല്ലാം തോടിച്ചാടി പോയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മാമൻ്റെ വീട്ടിലോട്ട് പോവാണ്. മാമൻ എന്ന് പറയുമ്പോൾ അമ്മയുടെ ചേട്ടന്മാരിൽ ഒരാളാണ് കേട്ടോ. അപ്പോൾ ആ മാമൻ്റെ മോളുടെ മക്കളാണ് ഇതൊക്കെ. അപ്പോൾ അവരായിട്ട് കുറേ നേരം അല്ലിക്കുഞ്ഞ് വെച്ചിട്ടും കളിയായിരുന്നു കേട്ടോ. ഒരു മണിക്കൂറോളം അവിടെ തന്നെ നിന്നു. പിന്നെ നമ്മൾ താഴെയുള്ള റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ ജസ്റ്റ് ഒന്ന് പോയിട്ടൊക്കെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് നേരെ വീണ്ടും നമ്മൾ വീട്ടിലേക്ക് പോകണം. നല്ല വെയിലാണ്, അതുകൊണ്ട് ഇന്ന് വേറെ പ്ലാനിങ് ഒക്കെ വെച്ചതെല്ലാം ക്യാൻസൽ ആക്കേണ്ടി വന്നു കേട്ടോ. കയറ്റം കയറി ചെല്ലുന്നതാണ് നമ്മുടെ വീട്. അങ്ങനെ ചെന്നപ്പോഴേ കാൻഡി അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ തെച്ചൂട്ടിക്ക് അല്ലിക്കുഞ്ഞിനും കൊടുത്തിട്ട് ഞാനും ഏട്ടയും ഫുഡ് കഴിക്കുവാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ വല്യമ്മയുടെ വീട്ടിലോട്ട് പോകണം. വല്യമ്മ മീൻസ് അമ്മയുടെ ചേച്ചി. അവിടെ അല്ലിക്കുഞ്ഞിൻ്റെ പ്രായത്തിലുള്ള 2 കുഞ്ഞ് കടുകുമണികളുണ്ട്, എൻ്റെ അനിയത്തിയുടെ മക്കൾ. അപ്പോൾ അവരെ കാണാൻ വേണ്ടി നമ്മൾ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് നേരെ കാറിൽ കയറി നേരെ അങ്ങോട്ട് വിട്ടു. പോകുന്ന വഴിക്ക് ഷേക്കൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ട് പോയത്. നല്ല ചൂടാണല്ലോ. എന്തായാലും ഇനിയുള്ള പ്ലാനിങ്സ് ഒക്കെ ഒന്ന് വെയിൽ ആറിയിട്ട് നമുക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോകണി പോകാമെന്ന് ഓർത്തിരുന്നു കേട്ടോ. വല്യമ്മയുടെ വീട് ശരിക്കും പൂജപ്പുരിയാണ് കേട്ടോ. പക്ഷേ അനിയത്തിനെ കെട്ടിച്ചേക്കുന്ന നേമത്തോട്ടാണ്. അപ്പോൾ അവരെന്തായാലും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവൾ മക്കളെയും കൂട്ടി വരും. അപ്പോൾ ഞങ്ങളവിടെ ആദ്യം എത്തി. ഇതാണ് അനിയത്തി ഹസ്ബൻഡും അവരുടെ കുട്ടി ബനീസും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ വന്നു, നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴേക്കും. പിന്നെ ഒന്നും നോക്കാണ്ട് നേരെ നമ്മൾ കനകുന്ന് പാർക്കിലൊക്കെ പോയിട്ട് ലൈറ്റൊക്കെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഒരു വലിയ പാർക്കൊക്കെ ഉണ്ട് അവിടെ ഫുൾ എന്ന് വെച്ചാൽ ഒരു 1.5 മണിക്കൂർ മക്കളെല്ലാം കൂടി കളിയായിരുന്നു കേട്ടോ. ഇവർക്ക് ഇതുപോലെ വർഷത്തിലൊരിക്കലൊക്കെ ആയിട്ട് കാണാൻ ചാൻസ് കിട്ടും. ഇതുപോലെ സ്കൂൾ അവധിയൊക്കെ വരുമ്പോൾ 1-2 ദിവസമൊക്കെയാണ് കാണാൻ കിട്ടുക. കാര്യം എനിക്ക് ഇടയ്ക്കും ഡ്യൂട്ടി ഉണ്ട്. ഒരു ദിവസമൊക്കെ ലീവ് എടുത്തിട്ടേക്ക് നമ്മൾ പോവുക. അതുപോലെ തന്നെ അനിയത്തിക്കും ഒക്കെ ഡ്യൂട്ടി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ദിവസം ലീവ് നമുക്ക് കിട്ടില്ല. അപ്പം വന്ന ദിവസം നമ്മൾ അടിച്ചു പൊളിച്ച് മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. വെക്കേഷൻ ആയതുകൊണ്ട് പാർക്കിലൊക്കെ നല്ല തിരക്കായിരുന്നു. കണ്ണ് തെറ്റി 4 വഴിക്ക് ഓടും. അതുകൊണ്ട് നമ്മൾ മാക്സിമം 4 പേരും ഓരോരുത്തരും പുറകിലായിട്ട് നടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 1.5 മണിക്കൂർ അവിടെ കഴിഞ്ഞു. അപ്പോഴേക്കും എല്ലാം മടുത്ത് വെള്ളമൊക്കെ വേണമെന്ന് പറയാൻ തുടങ്ങി കേട്ടോ. ഇപ്പോൾ ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങിച്ച് കൊടുത്ത് തൽക്കാലത്തേക്ക് ആശ്വാസത്തിന് അത് മതി എന്ന് വിചാരിച്ചു. പിന്നെ നമ്മളത് കുറച്ചും കൂടെ നേരം അവിടെ വെയിറ്റ് ചെയ്ത് കളിച്ചിട്ട് നമ്മളെല്ലാം കൂടെ നേരെ ഇറങ്ങുന്ന ഭാഗത്ത് തന്നെ ഇത് കൂടി കുറേ കളിപ്പാട്ടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഓരോന്ന് വീതം വാങ്ങിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് കുടിച്ചിട്ടാണ് നമ്മൾ നേരെ വീട്ടിൽ പോയത് കേട്ടോ. അവിടെ നിന്ന് ഒരു 10-20 മിനിറ്റ് ഉള്ളൂ വീട്ടിലേക്ക്. നേരെ ചെന്ന പാടെ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടോ. അല്ല കുഞ്ഞ് പിന്നെ അവിടെ ചെന്നാൽ വാരി കൊടുക്കണം. പിന്നെ അവർ രണ്ടും കഴിക്കുന്നത് കണ്ടിട്ട് അവനും പ്ലേറ്റിലൊക്കെ കഴിക്കാൻ തുടങ്ങി. പക്ഷേ ലാസ്റ്റ് ഞാൻ തന്നെ വാരി കൊടുക്കേണ്ടി വന്നിട്ട്. അങ്ങനെ ഈ പിള്ളേരെല്ലാം ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളും കഴിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മാമനും ആൻറ്റിയൊക്കെ വന്നായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാനൊക്കെ പോയിട്ട്. അപ്പോൾ ട്രിവാൻഡ്രത്തെ സെക്കൻഡ് ഡേ വിശേഷങ്ങളായിട്ട് നാളത്തെ വീഡിയോ കാണാം കേട്ടോ. ബൈ.